മഹാദേവന്റെയിലാണ് 3 കോടി ശ്ലോകങ്ങളുടെ ഒരു കൈ കിട്ടിയത്. അനേകം ദേവന്മാരെയും അസുരന്മാരെയും ചന്ദ്രദശാശ നക്ഷത്രങ്ങളെ എല്ലാവരെയും വിളിച്ചിട്ട് എന്തെങ്കിലും രാമായണം ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് വന്നാൽ തരാം. അങ്ങനെ എല്ലാവരും വന്നു. ഈ പുരാണം പറയുന്ന അങ്ങനെ ഓരോരുത്തർക്കും 30 ലക്ഷം പേർ 30 കൊടുത്തു. കൊടുത്തതിന് ശേഷം ബാക്കി 10 ഒന്ന് ഭാഗമുണ്ട് ബാക്കി ഉണ്ടായിരുന്നു. അതില് 10 വിളിച്ചു കൊടുത്തതിന് ശേഷം 2 അക്ഷരം ബാക്കിയുണ്ട്. അപ്പോ മഹാദേവൻ ചോദിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തന്നു, ഈ 2 അക്ഷരം ഞാൻ എടുത്തോട്ടേ എന്ന് ചോദിച്ചു. അങ്ങ് എടുത്തോളൂ എന്ന് പറഞ്ഞു. ആ 2 അക്ഷരം ആണ് മായും ജായും, രാമ. അങ്ങനെ രാമ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഭഗവാൻ മഹാദേവൻ പോലും ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. രാമന് അത്രയും പ്രാധാന്യമുണ്ട് നമ്മുടെ ഹൈന്ദവ പുരാണത്തിൽ, വിശേഷിച്ചും സനാതന ധർമ്മം. രാമൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രതീകം മാത്രമല്ല, രാമൻ ഒരു മര്യാദ പുരുഷോത്തമനാണ്. റാം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ധകാരം, നമ്മുടെ മനസ്സിലെ അന്ധകാരം. മാ എന്ന് പറഞ്ഞാൽ വെളിച്ചം, യാ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു പ്രയാണമുണ്ട്, യാത്രയാണ് രാമായണം.